ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാലത്ത് തന്നെ സാമ്പാർ വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വതക്കി ഇതാ ഏകദേശം ആയി. അപ്പോൾ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടെ V3 സ്റ്റാർ ജോഡിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച കാലത്ത് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാമ്പാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വതക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതിനെ അരച്ചെടുക്കണം. ഇത് കുമ്പളങ്ങ. ഇതെന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട, 4 ദിവസം മുമ്പ് മുറിച്ച് വെച്ചതാണ്. പിന്നെ ഇതാ വഴുതിരിങ്ങ ഇടുന്നുണ്ട്. പിന്നെ നീർക്കോലി പോലെ ഇരിക്കുന്ന 2 മുരിങ്ങക്കായ, പിന്നെ ഉണങ്ങാറായ ഒരു ക്യാരറ്റും. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ ഞാൻ ഈ സാമ്പാറിൽ ഇടുകയാണ്. ഇത്രയും സാധനമാണ് ഞാൻ സാമ്പാറിൽ ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കടുക്, ഉലുവ, പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും. കറിവേപ്പില നല്ല വലിപ്പമുള്ളതിന് ഞാൻ അതിന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയൊക്കെ വേകുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ എന്താ പച്ചക്കറി ഇടാണ്. ഇനിയിപ്പോൾ എല്ലാ പൊടികളും ഇട്ടങ്ങോട്ട് ഇളക്കണം. സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടു, പിന്നെ കായപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലപോലെ ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ഒരു അടപ്പ് വെച്ച് കഷ്ണങ്ങൾ വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ പരിപ്പ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഇളക്കി. അങ്ങനെ എൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ സാമ്പാർ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നോക്കണം. അതിനായിട്ട് ഞാൻ എന്താ ദോശക്കല്ല് വെക്കുകയാണ്. ഊത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഊത്തപ്പത്തിൻ്റെ മാവ് റെഡിയാണ്. ഇതാപ്പോൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് ഊത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ മാവിൻ്റെ കൂടെ ഒന്നും ഉള്ളി മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. സെപ്പറേറ്റാണ് വെച്ചിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഇങ്ങനെ വെതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കളർഫുള്ളായി കിട്ടുകയും ചെയ്യും, കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഊത്തപ്പം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ഇപ്പോൾ പുറത്തേക്ക് ചാടി തന്നെ ഉള്ളിയൊക്കെ. സമാധാനം, ഒന്നും പുറത്ത് പോയിട്ടില്ല, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നല്ലൊരു ചായയും കൂടെ വെച്ചാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടോ. തണുപ്പത്ത് നല്ല ചൂട് ചായയും അതും ഇഞ്ചി ഇട്ട ചായയും കൂടെ ആകുമ്പം കാര്യം ഉഷാറായി. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചിടാൻ പോവാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. പാലും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ നല്ല മണവും ഇഞ്ചിൻ്റെ നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഇഞ്ചി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടുള്ള ചായയും നല്ല ചൂടുള്ള ഊത്തപ്പവും കൂടെ കഴിക്കണം. അപ്പോൾ ഞാനിതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാനിതെടുത്തപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ അത് ഊത്തപ്പത്തിൻ്റെ കൂടെ ജൂനിയർ ഹോർലിക്സോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഇഡ്ലിപ്പൊടിയാണ്. അപ്പോൾ അത് കുറച്ച് ഇട്ടിട്ട് അതിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഊത്തപ്പത്തിൻ്റെ കൂടെ. ഇതിൻ്റെ കൂടെ ഇപ്പോൾ വെച്ച സാമ്പാറും പിന്നെ കുറച്ച് തക്കാളി ചട്നിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഇഡ്ലിപ്പൊടി എണ്ണയിൽ നല്ലപോലെ മിക്സാക്കി കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഡ്ലിപ്പൊടിയും ചൂടുള്ള ഈ ഊത്തപ്പവും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ ഇഡ്ലിപ്പൊടി പൊതുവേ ദോശേൻ്റെ കൂടെയും ഇഡ്ലിൻ്റെ കൂടെയും ഊത്തപ്പത്തിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഞാനെൻ്റെ ഊത്തപ്പം കഴിച്ചു തീർക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവർക്കും ടാറ്റാ.